ഉദ്ദേശിക്കുന്നത്? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു ഡൈസുറാൻ്റെ ഒരു അഭിപ്രായം പറയാൻ പോവുകയാണ്. ഞങ്ങൾ ഇന്നലെ സിനിമ കണ്ടു. ഞങ്ങൾ ഒരു സിനിമ കണ്ടത്. വീട് തന്നെയാണ്, പക്ഷെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് പോയത്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഞങ്ങൾ വണ്ടി ഓടിച്ച് ഒരു 6 മണിക്ക് ടിക്കറ്റ് ഓൾറെഡി മൊബൈലിൽ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സോഫ പോലത്തെ നല്ല സീറ്റ് ഇരിക്കാൻ കിട്ടി. അത് കിട്ടി. എന്നിട്ട് ഞാനിവിടെ രാജിയുടെ മിച്ചപ്പുറത്ത്. അങ്ങനെ അതെ, ഞങ്ങൾ ആ സിനിമ കണ്ടു, ഫുള്ള് കണ്ടു. അങ്ങനെ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടവും. ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. രാവിലെ വൈകുന്നേരം പോയി കണ്ടാൽ രാത്രി കണ്ടു പേടിച്ച് തോന്നും. പിന്നെ നിങ്ങൾക്ക് നന്ന രാത്രി തീരെ ഉറങ്ങാനേ പറ്റില്ല. നിങ്ങൾ ആ സിനിമ കാണുകയാണെങ്കിൽ രാത്രി നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ ബെഡിൽ നിങ്ങൾ ഒറ്റക്കാണ് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിൽ ആരെങ്കിലും ഉള്ള പോലെ തോന്നും. സത്യം. അങ്ങനെയാണ് സിനിമയിലുള്ളത്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്കത് തോന്നാൻ സാധ്യതയുണ്ട്. നല്ല സിനിമയാണ്, കുഴപ്പമില്ല. പിന്നെ പ്രണവ് മോഹൻലാൽ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ രാഹുൽ സദാശിവൻ നന്നായിട്ട് ഡയറക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പൊള്ളിച്ച്. പിന്നെ ഞങ്ങള് രാഹുൽ സദാശിവന്റെ മുന്നത്തെ സിനിമ ഒക്കെ കണ്ടിട്ടുണ്ട്. ബ്രഹ്മയുഗം, പിന്നെ ഭൂതകാലുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാ, ഭൂതകാലത്തിൽ വരുന്ന ലാസ്റ്റ് സീനും ഭൂതകാലത്തിൽ വരുന്ന മീഡിയം ഇത്ര വരുന്ന സീനും നമ്മുടെ ഡൈസിറത്തെ ലാസ്റ്റ് സീനും തമ്മിൽ ബന്ധമുണ്ട്. സൈജു കുറിപ്പ് വന്നിട്ട് വീട് വെക്കണമെന്ന് ഭൂതകാലത്തിൽ പറയും. അതുപോലെ തന്നെ ഡൈസിറയിലും പറയും വന്നിട്ട് ഒരേ വണ്ടിയിലാണ് മൂപ്പര് വരുന്നത്. അപ്പൊ ആ സിനിമകൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അത് രണ്ടെണ്ണം രാഹുൽ സദാശിവനാണല്ലോ സംവിധാനം ചെയ്തത്. അപ്പം അങ്ങനെയല്ലേ ഉണ്ടാവുക. ചിലപ്പോ അത് സെക്കൻഡ് പാർട്ട് ആയിരിക്കും. ചിലപ്പോ ഡൈസറിന്റെ ഒരു ഡൈസർ 2 ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. കാരണം ലാസ്റ്റ് ഒരു സസ്പെൻസ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ പ്രണവ് മോഹൻലാല് USA പോണെന്ന് വിചാരിച്ചത്. അപ്പോഴാണ് മറ്റേ ആ കിണറ്റി ചാടി മരിച്ച പെണ്ണ് വരുന്നത്. അതിന്റെ മോക്ക് ഒരുമാതിരി. സിനിമയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടല്ലോ, അവർക്ക് സർപ്രൈസ് പോവില്ലേ? അഭിപ്രായം പറഞ്ഞു കൊടുക്കണല്ലേ. അഭിപ്രായം പറഞ്ഞു കൊടുക്കട്ടെ. അപ്പോ നിങ്ങളെ കണ്ടോക്കെ പിന്നെ സസ്പെൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ആദ്യം വിചാരിക്കുന്ന ആളല്ല പിന്നെ പ്രേതാവുക. അത് പറയാൻ പറ്റില്ല, സർപ്രൈസ് ആയിരിക്കും. അത് ആൾക്കാർക്ക് എല്ലാവർക്കും സർപ്രൈസ് ആയിരിക്കണം. അതിലൊരാളുണ്ട്, അതാരാന്ന് ഞാൻ പറയുന്നില്ല. ആ സർപ്രൈസ് ഞങ്ങൾ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. മൊത്തം പൊടിയും, സസ്പെൻസ് പൊടിയും. നല്ല പേടിക്കണ ഈ രാഹുൽ സാജിനെ സമ്മതിക്കണം കേട്ടാ. അത്രക്ക് നന്നായിട്ടാണ് സിനിമ ഒക്കെ സംവിധാനം ചെയ്യുന്നത് ഇല്ലടാ. അതിനാദിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പ്രണമോഹൻലാലിന്റെ മൂന്നാമത്തെ സിനിമ നാലാമത്തെ സിനിമ അല്ലല്ല, കൊറേ ആയിട്ടുണ്ട്. മൂന്നാമത്തെ സിനിമ ഏതൊക്കെ? ഹൃദയം, പിന്നെ മറ്റൊരു മ്യൂസിക്കായിട്ട്, പിന്നെ ഒരു സിനിമയിലെ ഗൈസ് മറ്റേ വിനീത് ശ്രീനിവാസനൊക്കെ അവൻ്റെ കൂടെ ഫ്രണ്ടായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ.
അതല്ലേ സംഭവം അല്ല അല്ല വേറെ എനിക്ക് ഓർമ്മ ഉണ്ടോ എന്റെ കമന്റ് ചെയ്യും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യും. ഓക്കെ. അതില് ഒന്നാമത്തെ ആ രണ്ടാമത്തെ സിനിമയുടെ പേര് എനിക്ക് അത്ര കഴിഞ്ഞില്ല. കുഴപ്പമില്ല. എന്തായാലും മൂന്നാമത്തെ സിനിമ എനിക്ക് ഉറപ്പാ. പക്ഷെ ഷെസാമ പറയുന്ന നാലാമത്തെ സിനിമ അവൻ പറഞ്ഞ തെറ്റാ. ശരിക്കും മൂന്നാമത്തെ സിനിമ. പക്ഷെ മൂന്നാമത്തെ സിനിമയുടെ നല്ല അഭിനയിക്കുന്നിട്ടാണ്. പിന്നെ ഏകദേശം മോഹൻലാലിന്റെ പോലെ അഭിനയമൊക്കെ എത്താറായിട്ടുണ്ട് ഇല്ലേ? മോഹൻലാലിന്റെ മോന് ഇപ്പൊ ഒരു 3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ മോഹൻലാല് 1000, 10,000, 20,000, 20,000, 30,000. മമ്മൂട്ടി അത്യാവശ്യം അത്രയൊക്കെ ഉണ്ട്. ഒരു 40. മോഹൻലാലിന് പക്ഷെ ഇപ്പൊ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഫാൽക്കെ അവാർഡ്. മമ്മൂട്ടിക്ക് അത് കിട്ടിയിട്ടില്ല, വേറെ കിട്ടി. പക്ഷെ ഈ മോഹൻലാലിന്റെ മോള് ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കാൻ തുടരും അച്ഛൻ്റെ തുടക്കം മോൾട്ട്. അതെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങളെന്തായാലും തീർച്ചയായും ആ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. പിന്നെ ട്രെയിലറൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമന്റ് ഒക്കെ ചെയ്യാം. ഹൈപ്പ് കൂട്ടാണ്. സബ്സ്ക്രൈബ് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും ഞെക്കി പിടിക്കുക. കമന്റ് ചെയ്യാണ്ടെങ്കിൽ എടുത്ത് കമന്റ് ചെയ്യാം. ഹൈപ്പ് കൊടുക്കുക, ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.